നമസ്കാരം, ഞാൻ രമേശ് ശിവരാമൻ. ഇപ്പോൾ കിട്ടിയതിലേക്ക് വിശദമായി. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് എറണാകുളം ജില്ലയിൽ മഴ കനത്തു. കൊച്ചി നഗരത്തിൽ 1 മണിക്കൂറായി ശക്തമായ മഴ തുടരുകയാണ്. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഏതൊക്കെ മേഖലകളിൽ മഴക്കെടുതിയുണ്ട് കൊച്ചി നഗരത്തിൽ? ശ്രീകാന്ത്. ഉന്മേഷ്, ഈ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെയാണ് ഈ എറണാകുളം ജില്ലയിൽ മഴ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ അതിശക്തമായ മഴയും വെള്ളക്കെട്ടുമായിരുന്നു. ഉച്ചയ്ക്കൊന്ന് മഴ മാറി നിന്നു. ആ ഘട്ടത്തിൽ ഇറങ്ങി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വെള്ളം കുറേയധികം ഒഴുകിപ്പോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം നിർത്താതെ നിലയ്ക്കാതെ പെയ്യുകയാണ് മഴ. അത് നഗരത്തിൽ എമ്പാടും മഴ പെയ്യുന്നുണ്ട്. ഗ്രാമീണ മേഖലയിൽ നിന്നും ഇപ്പോൾ വിവരം കൂടുതലായി വരുന്നു. അവിടെ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് അവിടെയും അതിശക്തമായ മഴ പെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇൻഫോ പാർക്ക്, ഇന്നലെ വെള്ളത്തിൽ മുങ്ങിയ ഇൻഫോ പാർക്ക് മേഖലയിലും മഴ നിർത്താതെ പെയ്യുന്നു. നഗരത്തിൽ KSRTC സ്റ്റാൻഡുണ്ട്. അവിടേക്ക് നിലവിലിപ്പോൾ വെള്ളം വീണ്ടും ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ആസാദ് റോഡ്, നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗമൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമാണ്. ഇടപ്പള്ളിയിൽ ഈ പണി നടക്കുന്നുണ്ട് NH-ന്റെ ആ ഭാഗത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. അത് ഇന്നലെ മുതൽ തന്നെ ആ ഭാഗത്ത് വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഇതിനുമൊക്കെ അപ്പുറം ഒരു പ്രധാന പ്രശ്നം, ഈ വൈകുന്നേരം ഈ ഇരുചക്ര വാഹനത്തിലൊക്കെ പോയിരുന്നവർ ഇപ്പോൾ ഈ മഴ കാരണം കാറൊക്കെയായി പുറത്തിറങ്ങി വലിയ ബ്ലോക്ക്, ഗതാഗതക്കുരുക്ക് പലയിടത്തും കാണാനും സാധിക്കുന്നുണ്ട്. റെഡ് അലേർട്ടാണ് എറണാകുളത്ത്. മഴ തോരാനുള്ള സാധ്യത കാണുന്നില്ല. ഇരുട്ടി വെളുക്കുവോളം മഴ പെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വൈറ്റില ഭാഗത്തൊക്കെ തന്നെ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്ന് മാറിയിരുന്നു, പക്ഷെ വീണ്ടും ശക്തമായി തന്നെ പെയ്യുകയാണ്. ഉന്മേഷം. ശരി, എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനാൽ തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. നിലവിൽ 80 സെന്റിമീറ്ററാണ് ഷട്ടർ ഉയർത്തിയത്. ജലനിരപ്പ് പരമാവധിയിലെത്തിയാൽ 1 മീറ്റർ വരെ ഷട്ടർ ഉയർത്തും. മുംബൈ ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം, 4 പേർ മരിച്ചു. 3 കിലോമീറ്ററോളം ദൂരത്ത് സ്ഫോടനത്തിന്റെ പ്രകമ്പനമുണ്ടായി. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് ഇപ്പോൾ മുംബൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് ഉച്ചയ്ക്ക് 1:30യോടെയാണ് കല്യാൺ ഡോംബിവലിയിലുള്ള MIDC കോംപ്ലക്സിനകത്ത് ഒരു കെമിക്കൽ ഫാക്ടറിയിൽ സ്ഫോടനം ഉണ്ടാവുന്നത്. അമുദൻ കെമിക്കൽസ് എന്ന ഒരു സ്ഥാപനമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടെ ബോയിലറിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, തുടർ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. സമീപത്തെ മറ്റു ഫാക്ടറികളിലേക്ക് കൂടി തീ പടരുന്ന സാഹചര്യമുണ്ടായി. ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഏതാണ്ട് 2 കിലോമീറ്ററോളം ദൂരത്ത് അത് ഉണ്ടായി. പലയിടത്തും നിരവധി കെട്ടിടങ്ങളിലെ ജനൽച്ചില്ലുകളും മറ്റും തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വലിയ ഞെട്ടൽ പെട്ടെന്ന് ഉണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ഫയർഫോഴ്സും മറ്റും സ്ഥലത്തേക്ക് എത്തി നിരവധി പേരെ, തൊഴിലാളികളെ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ പോലും 4 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. 30ഓളം പേർക്ക് പരിക്കേറ്റ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ സ്ഫോടനത്തിന്റെ കാരണം എന്ത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എങ്ങനെ ഈ പൊട്ടിത്തെറി ഉണ്ടായി എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. എപ്പോഴും പ്രാഥമികമായി ഇപ്പോൾ തീ വീണ്ടും ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ, തീ അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ, ഇനി ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള തെരച്ചിൽ, ഇതൊക്കെയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. 2016 ഇതേ മേഖലയിൽ തന്നെ ഉണ്ടായ മറ്റൊരു സ്ഫോടനത്തിൽ 12 തൊഴിലാളികൾ മരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നീടും ചെറുതും വലുതുമായ സ്ഫോടനങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ശരി, ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന്. മലപ്പുറം പൊന്നാനിയിൽ ആളുമാറി നിരപരാധിയെ ജയിലിലടച്ചു. വെളിയങ്കോട് സ്വദേശി ആലുങ്കൽ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭർത്താവ് ജീവനാംശം നൽകുന്നില്ല എന്ന പരാതിയിലാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. വടക്കേപ്പുറത്ത് അബൂബക്കറിന് പകരമാണ് ആലുങ്കൽ അബൂബക്കർ 4 ദിവസം ജയിലിൽ കിടന്നത്. എൻ്റെ വീട് ഫ്രണ്ട് വന്നിട്ടേ ചോദിച്ചെന്നോട് അതാരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരാ ചോദിച്ചേ? അബൂബക്കറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു, അതുകൊണ്ട് വരാൻ പറഞ്ഞു, സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. അന്ന് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലേക്ക് പോണ വഴിയിൽ തന്നെ നമ്മൾ ഹൈവേക്ക് എത്ര മിനിറ്റ് തന്നെ ഒരു 1/2 കിലോമീറ്റർ എത്തിയപ്പോൾ എനിക്ക് ഡൗട്ട് വന്നപ്പോഴേ ചോദിച്ചു അബൂബക്കർ ഏതാന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാരൻ പറഞ്ഞ് അത് ഞാൻ നോക്കണമെന്ന് പറഞ്ഞു. അവിടെ അപ്പം തന്നെ വണ്ടി നിർത്തിയിട്ട് ആൾ അഡ്രസ്സ് എടുത്ത്. അപ്പോൾ പറഞ്ഞ് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ. അപ്പം ഞാൻ പറഞ്ഞ് വടക്കേപ്പുറത്ത് ഫാത്തിമൻ്റെ ഉമ്മാണ്, അബൂബക്കർ ഞാനാണ്. പക്ഷേ ഒരിക്കലും ഇതെൻ്റെ ഉപ്പയുടെ പേര് വരേണ്ട അഡ്രസ്സാണത്. ഒരിക്കലും നമ്മുടെ വീട്ടിൽ വരലില്ല. ഇന്നലെ ഒരു കത്ത് പോലും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങളിത് ഇതാക്കണം. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. സ്റ്റേഷനിൽ പോയിട്ട് ഇത് നോക്കിയപ്പോൾ വേറെ ഫയലൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് തന്നെ ഇവിടെയൊക്കെ തന്നെ ഈ വടക്കേപ്പുറത്ത് ഫാത്തിമ എന്നാണ്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ എന്താ ചെയ്യാം, കാരണം നമുക്ക് ആ സമയത്ത് രാത്രി 2 പേരിൽ കൂടുതൽ സഹായത്തിൻ്റെ ആളില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു ഇതായിട്ട്. അപ്പോൾ നമ്മളവിടെ കിടക്കണമെന്ന് കാലത്ത് നമുക്ക് എന്തെങ്കിലും പരിഗണിക്കാം. കാലത്ത് വരുന്ന ആൾക്കാരും കണ്ട ആൾക്കാരൊക്കെ ഇപ്പോൾ ഈ CI സാറാണെങ്കിൽ
ഇവനെ കൊണ്ടുപോയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെ ഗൗരവത്തിലെടുത്തിട്ട്, കാരണം ഇത് നമ്മൾ വലിയൊരു കേസാണിത് എന്നുള്ളത് മനസ്സിലാക്കി. അവർ നേരെ അവിടെ എന്താക്കി, ഇവിടെ കൊടുന്ന് തിരൂര് കുടുംബ കോടതി കൊടുന്ന് അവിടെ ജഡ്ജിന് മുന്നിൽ ഹാജരാക്കി. പൈസ ആണ് അവർക്ക് വേണ്ടത്, പൈസ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. സമീർ ബിൻ കരീമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന്. സമീർ, ഇതിന് ഞെട്ടിക്കുന്ന സംഭവം ഇത് എവിടെ വെച്ചാണ് ഈ ആളുടെ പേരടക്കം ഈ അഡ്രസ്സ് മാറുന്നത്? പോലീസ് രേഖപ്പെടുത്തിയത് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പേരായിരുന്നു. തെറ്റായ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു, 4 ദിവസം അകത്ത് കിടക്കേണ്ടി വരുന്നു. എങ്ങനെയുണ്ടായി ഈ സാഹചര്യം സമീർ? ഉന്മേഷ്, ഒരു കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വടക്കേപ്പുറത്ത് അബൂബക്കർ എന്ന് പറയുന്ന വെളിയങ്കോട് സ്വദേശിയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ ഈ കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പൊന്നാനി പോലീസ് നേരെ പോയി അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന് പറയുന്ന യുവാവിനെയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 7 മണിയോട് കൂടി ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് വരുന്നു. ഉടൻ തന്നെ അബൂബക്കറാണെന്ന് ചോദിക്കുന്നു. അതേന്ന് പറയുന്നു. അബൂബക്കർ നേരെ വാഹനത്തിൽ കയറ്റുന്നു. അപ്പോൾ അബൂബക്കർ വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്താണ് കേസ്, താൻ ഈ ഒരു കേസിലും പ്രതിയില്ല, നിരപരാധിയാണെന്ന് പറയുമ്പോഴും പോലീസ് പിന്നീട് പരിശോധിക്കാൻ എന്നുള്ളതായിരുന്നു പോലീസിന്റെ മറുപടി. ഇങ്ങനെ ഈ യുവാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് നേരെ കോടതിയിൽ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നു. സ്റ്റേഷനിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. അങ്ങനെ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിക്കുകയാണ്. ഒന്നുകിൽ 4 ലക്ഷം രൂപ ഫൈൻ പിഴ അടക്കണം, അതല്ലെങ്കിൽ 6 മാസം തടവ്. ഇതായിരുന്നു ഇയാൾക്ക് കോടതി വിധിച്ച ശിക്ഷ. അങ്ങനെ പിഴ അടക്കാനില്ലാത്തതിന്റെ പേരിൽ ഇയാൾ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറുന്നു. അങ്ങനെ 4 ദിവസം ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. തുടർന്ന് ഇയാളുടെ ബന്ധുക്കൾ ഇന്ന് പരാതിയുമായി കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോഴാണ് കോടതിക്കും പോലീസിനും ആൾ മാറിയാണ് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം കോടതിക്കും പോലീസിന് ബോധ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടി കോടതി ഇയാളെ വിട്ടയക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഈ വടക്കേപ്പുറത്ത് അബൂബക്കർ എന്ന് പറയുന്ന ഇയാളുടെ ഭാര്യ ആയിഷാബി എന്ന് പറയുന്ന ഇയാളാണ് ഈ പരാതിക്കാരി. ഈ പരാതിക്കാരി പറയുന്നത് ഈ വടക്കേപ്പുറത്ത് അബൂബക്കർ ഈ ആയിഷാബിക്ക് ജീവനാംശം നൽകുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ പോലീസ് നേരെ പിടികൂടുന്നത് ആലുങ്കൽ അബൂബക്കർ എന്ന് പറയുന്ന ആളെയാണ്. പക്ഷേ പോലീസിന് പ്രധാനമായും ഒന്നുകിൽ അഡ്രസ്സ് പരിശോധിക്കുകയോ അതല്ലെങ്കിൽ പരാതിക്കാരിയുടെ പേരെങ്കിലും പരിശോധിച്ചിരുന്നെങ്കിൽ ഈ ഒരു വലിയ അതായത് കോടതിയിൽ നിന്നാണല്ലോ ഇത്തരം ഒരു നിർദ്ദേശം വരുന്നത്. ഈ ജീവനാംശം നൽകുന്നില്ല എന്നുള്ള പരാതി കോടതി വഴിയാണല്ലോ വരുന്നത്. അപ്പോൾ രേഖകൾ അത് സംബന്ധിച്ച വിശദാംശങ്ങൾ അവിടെ നിന്നായിരിക്കുമല്ലോ പോലീസിലേക്ക് വന്നിട്ടുണ്ടാവുക. ആ രേഖപ്പെടുത്തി വന്നത് തന്നെ തെറ്റായിട്ടായിരുന്നോ സമീർ? ഉന്മേഷി, അങ്ങനെയല്ല. കോടതിയിൽ നിന്നും വളരെ കൃത്യമായി ഈ വെളിയങ്കോട് സ്വദേശി വടക്കേപ്പുറത്ത് അബൂബക്കർ എന്ന ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കോടതി പൊന്നാനി പോലീസിന് നിർദ്ദേശം നൽകുന്നത്. എന്നാൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കർ എന്ന് പറയുന്ന യുവാവിനെയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പോലീസിന്റെ ഭാഗത്തുള്ള വീഴ്ചയാണ്, അല്ലാതെ കോടതിയിൽ നിന്ന് വന്ന രേഖയുടെ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ അതിൽ വന്ന തെറ്റോ അല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ കൃത്യമായി തന്നെ കോടതിയിൽ വന്ന രേഖയിലും കൃത്യമായ അഡ്രസ്സ് ഉണ്ടായിരുന്നു. പോലീസിന് പരിശോധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് തന്നെ ഈ ആലുങ്കൽ അബൂബക്കർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഈ എന്താണ് പരാതി എന്ന് കൃത്യമായി ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു ഭാര്യയുടെ പരാതിയാണെന്ന് പറയുന്നു. പിന്നീട് പോലീസിനോട് ആ അഡ്രസ്സ് ഒന്ന് വളരെ കൃത്യമായി തന്നെ നോക്കൂ, വ്യക്തമായി നോക്കൂ, ഞാൻ ആയിരിക്കില്ല എന്ന് പറയുന്നു. പക്ഷേ പോലീസ് ഇയാളുടെ പേര് മാത്രം നോക്കി അഡ്രസ്സ് വളരെ കൃത്യമായി നോക്കാതെയാണ് ഈ അറസ്റ്റ് നടപടിയിൽ കടന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം എടുത്തു വരേണ്ട ഒരു കാര്യം, ഈ ആലുങ്കൽ അബൂബക്കറിന്റെയും വടക്കേപ്പുറത്ത് അബൂബക്കറിന്റെയും പിതാവിന്റെ പേര് സാമി മുഹമ്മദ് എന്നാണ്. അതോടൊപ്പം തന്നെ രണ്ടുപേരും വെളിയങ്കോട് സ്വദേശികളാണ്. പക്ഷേ അഡ്രസ്സിൽ വന്ന മാറ്റം അല്ലെങ്കിൽ അഡ്രസ്സ് മാറ്റമുള്ളത് മാത്രം പരിശോധിക്കാതെ പിതാവിന്റെ പേരും അല്ലെങ്കിൽ അബൂബക്കറിന്റെ പേര് മാത്രം പരിശോധിച്ച് പോലീസ് തിടുക്കപ്പെട്ട് നടപടിയെടുത്തതാണ് ഈ ഒരു വീഴ്ച സംഭവിക്കാൻ കാരണമായത് എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ഏതായാലും തിങ്കളാഴ്ച വൈകുന്നേരം പോലീസ് ഇയാളെ പിടികൂടുന്നു, പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച വരെ 4 ദിവസമാണ് ഒരു നിരപരാധി ജയിലിൽ കിടക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം. ഉന്മേഷ്, പോലീസ് കൃത്യമായി രേഖകൾ പരിശോധിക്കാതെ വന്നതോടെയാണ് അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായ. 4 ദിവസമാണ് നിരപരാധിക്ക് അതിന്റെ പേരിൽ ജയിലിൽ കഴിയേണ്ടി വന്നത്. സമീർ ബിൻ കരീം വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ലൈംഗിക അതിക്രമ കേസിൽ വിദേശത്തൊടുവിൽ കഴിയുന്ന പ്രജ്വൽ രേവണ്ണയ്ക്ക് താക്കീതുമായി JDS അധ്യക്ഷൻ HD ദേവഗൌഡ. നിയമമനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഉടൻ തിരിച്ചു വന്നില്ലെങ്കിൽ കുടുംബം ഒറ്റക്കെട്ടായി പ്രജ്വലിനെതിരെ നിൽക്കുമെന്നും HD ദേവഗൌഡ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഈ കേസുമായി ബന്ധപ്പെട്ട് വിവാദം തുടങ്ങിയിട്ട് പ്രജ്വൽ വിദേശത്തേക്ക് കടന്നിട്ട് നാളേറെയായി. ഇപ്പോഴാണോ ഇത്തരത്തിൽ ഒരു നിലപാട് പ്രഖ്യാപനം ഉണ്ടാകുന്നത് JDS അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന്? അരുൺ, ഉന്മേഷ്, നേരത്തെ തന്നെ HD ദേവഗൌഡ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇത്ര രൂക്ഷമായ ഭാഷയിൽ ഇങ്ങനെ ഒരു താക്കീത് ആ രീതിയിലേക്ക് കടന്നിരുന്നില്ല. നേരത്തെ പറഞ്ഞത് ഒരു ഘട്ടത്തിലും പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിക്കില്ല, അത്തരത്തിൽ
നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന പ്രതികരണമാണ്. ഒറ്റ വരിയിലൊക്കെയാണ് പ്രതികരിച്ചതെങ്കിൽ ഇപ്പോൾ അല്പം കൂടി കടന്ന് രൂക്ഷമായ ഭാഷയിലാണ് പ്രജുലിന് താക്കീത് നൽകുന്നത്. പ്രജുൽ രേവണ്ണ ഉടൻ തന്നെ തിരിച്ചെത്തി വിചാരണ നേരിടണം എന്നതാണ് പ്രസ്താവനയിലൂടെ അറിയിക്കുന്നത്. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ പ്രജുലിന് തക്കതായ ശിക്ഷ നൽകണം എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സംരക്ഷണയും നൽകില്ല എന്നതാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത്. 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ തനിക്ക് ജനങ്ങളോടാണ്, കുടുംബത്തോടല്ല കടപ്പാട് എന്നതാണ് ദേവഗൌഡ ഈ പ്രസ്താവനയിലൂടെ പറയുന്നത്. അത് ഒരു കാര്യം കൂടി ഉണ്ട്, അതായത് പ്രജുലിനെ സംരക്ഷിക്കുകയില്ല എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു. അത് അങ്ങനെ ഒരു സന്ദേശം കൂടി നൽകുകയാണ് ഈ പ്രസ്താവനയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കൂടി നമ്മൾ അനുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും പ്രജുലിനെ JDS നേതൃത്വം സംരക്ഷിക്കുന്നില്ല എന്ന സന്ദേശം ദേവഗൌഡ തന്നെ ഈ പ്രസ്താവനയിലൂടെ നൽകുകയാണ്. ശരി, അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്. IPL രണ്ടാം ക്വാളിഫയർ പോരാട്ടത്തിനൊരുങ്ങി ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം. നാളെയാണ് ഹൈദരാബാദ് രാജസ്ഥാൻ മത്സരം. ഹൈദരാബാദ് ടീം അല്പസമയത്തിനകം പരിശീലനം തുടങ്ങും. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, രണ്ടാം ക്വാളിഫയറിന് ഒരുങ്ങിക്കഴിഞ്ഞു ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയം. ഇപ്പോൾ ടീമുകൾ പരിശീലനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദ് ടീമാണ് പരിശീലനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. എതിരാളികളായ രാജസ്ഥാൻ ഇന്ന് പരിശീലനം നടത്തുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. അവർ ഇന്നലെ രാത്രിയാണ് അവരുടെ എലിമിനേറ്റർ പോരാട്ടം ഉണ്ടായിരുന്നത്. അതിനുശേഷം രാത്രി മാത്രമാണ് അവർ അഹമ്മദാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് തിരിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് പരിശീലനം നടത്തില്ല എന്നുള്ളതാണ് അറിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഹൈദരാബാദ് ടീം കഴിഞ്ഞ ആദ്യ ദിവസത്തെ ഒന്നാം ക്വാളിഫയറിന് ശേഷം തന്നെ ഇവിടെ എത്തിയിരുന്നു. അപ്പോൾ ശേഷം ഇന്ന് പരിശീലനം നടത്തുകയാണ്. അവരുടെ നെറ്റ്സ് പരിശീലനം അടക്കം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഹൈദരാബാദ് ടീമും ഒപ്പം തന്നെ കൊൽക്കത്ത ടീമിനെയും കാണാൻ സാധിക്കും. കൊൽക്കത്ത ഒന്നാം ക്വാളിഫയർ ജയിച്ച് അവർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു. ഫൈനലും നടക്കുന്നത് ഇതേ ചെക്ക് അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് നാളെയാണ് ഹൈദരാബാദ് രാജസ്ഥാൻ മത്സരം. ഹൈദരാബാദ് ടീം അല്പ സമയത്തിനകം പരിശീലനത്തിന് ഇറങ്ങും എന്നാണ് അനിൽ വാസുദേവ് ഇപ്പോൾ ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് അറിയിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ പരിശീലകൻ. സ്വീഡിഷ് പരിശീലകൻ മിച്ചൽ സ്റ്റാറെ മുഖ്യ പരിശീലകനാകും. ക്ലബ്ബുമായി 2026 വരെ കരാറിൽ ഒപ്പുവെച്ചു. അനിൽ വാസുദേവിന്റെ വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ, അങ്ങനെ ഇവാൻ വുക്കോമനോവിച്ചിന് പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മിക്കേൽ സ്റ്റാറയാണ് അവരുടെ പുതിയ പരിശീലകൻ. 2026 വരെയാണ് പുതിയ പരിശീലകനുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇവാൻ വുക്കോമനോവിച്ച് കഴിഞ്ഞ 3 സീസണുകളായി കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി ഉണ്ടായിരുന്നത്. അദ്ദേഹം ടീമുമായി വേർപിരിയാൻ കാരണം. അപ്പോൾ അതിനൊത്ത ആരാധകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പരിശീലകൻ, ആ പരിശീലകന് റീപ്ലേസ് ചെയ്യാൻ തക്കവണ്ണം ഒരു മികച്ച പരിശീലകനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയ പേരാണ് ഈ മിക്കാൽ സ്റ്റാറെ എന്നുള്ളത്. സ്വീഡിഷ് പരിശീലകനാണ്. 2 പതിറ്റാണ്ടോളമായി അദ്ദേഹം ഈ പരിശീലക രംഗത്തുണ്ട്. ചൈന, നോർവേ, തായ്വാൻ, അമേരിക്ക തുടങ്ങിയ ലീഗുകളിലെ തന്നെ ടീമുകളെയൊക്കെ തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. സ്വീഡിഷ് ടീം AIKയുടെ പരിശീലകനായിരുന്നു. അവർക്ക് വേണ്ടി നിരവധി കപ്പുകളൊക്കെ തന്നെ നേടിക്കൊടുത്തിട്ടുള്ള പരിശീലകനാണ്. ആ ഒരു മികവ് തന്നെയാണ് ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാൻ, ഈ സ്റ്റാറയെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഫിൽ ചെയ്യേണ്ട ഷൂ വളരെ വലുതാണ്. കാരണം ഇവാൻ വുക്കോമനോവിച്ച് എന്ന പരിശീലകൻ റെക്കോർഡിൻ്റെ കാര്യത്തിലും ഒപ്പം തന്നെ ആരാധകരുമായും കളിക്കാരുമായും ഒക്കെ തന്നെ വലിയ ബന്ധമുണ്ടാക്കിയ ആളാണ് ഇവാൻ വുക്കോമനോവിച്ച്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് അറിയിക്കാത്ത തരത്തിൽ വലിയ വിജയങ്ങൾ നേടേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ ടീമിനെ ആ തരത്തിൽ ആരാധകരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം തന്നെ ഈ സ്റ്റാറയ്ക്ക് നടത്തേണ്ടതുണ്ട്. കാരണം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരാധക പിന്തുണയുള്ള ടീമുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അവർക്ക് മുൻകാലങ്ങളിൽ പല പരിശീലകരും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവാൻ വുക്കോമനോവിച്ചോ കോപ്പലോ അടക്കമുള്ള 1-2 പരിശീലകരെ മാത്രമാണ് ആരാധകർക്ക് പോലും ബോധ്യപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ മികച്ച റെക്കോർഡുള്ളത്. അപ്പോൾ സ്റ്റാറയ്ക്ക് മുന്നിലും വലിയ വെല്ലുവിളിയാണ്. എന്തായാലും സ്റ്റാറയ്ക്ക് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ഒരു കിരീടം നേടുമോ എന്നറിയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. അനിൽ വാസുദേവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ പത്തനംതിട്ടയിൽ മരം കടപുഴകി വീണ 3 സ്കൂട്ടറുകൾക്ക് കേടുപാട്. സ്വകാര്യ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് അപകടമുണ്ടായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഉന്മേഷ് ഇത്തരത്തിൽ മരം കടപുഴകി വീണത്. കടപുഴകി വീഴുകയല്ല, അത് പൊട്ടി വീഴുകയാണ്. വൻ മരം പകുതിയോടുകൂടി പൊട്ടി വീണു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മരത്തിന്റെ ശിഖരങ്ങൾ പൂർണ്ണമായി ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് ഇത്തരത്തിൽ മരം മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അപ്പോൾ തന്നെ നാട്ടുകാർ മാറ്റിയത് കൊണ്ട് വാഹനങ്ങൾക്ക് കാര്യമായ പരിക്കുണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ വാഹനങ്ങൾ പൂർണ്ണമായും നിലത്ത് വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും മഴക്കെടുതി എന്ന് പറഞ്ഞ് ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് ഈ പത്തനംതിട്ടയിൽ മരം വീണ ഒരു വാർത്ത. ഇപ്പോഴും ആകാശം കാർ മേഘാവൃതമാണ്. സ്വാഭാവികമായി മഴയ്ക്കുള്ള സാധ്യത തന്നെയാണ് ഇനിയും മുന്നിൽ കാണുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്. സംസ്ഥാനത്ത് വ്യാപക മഴയുണ്ട്. പുതിയ മഴ മുന്നറിയിപ്പ് വരുന്നുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരുമെന്നതാണ്. കടലിൽ മോശം കാലാവസ്ഥയ്ക്കും കാറ്റിനും സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങളുമായി. അലക്സ്, എന്തൊക്കെയാണ് പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? അലക്സ്. ഉന്മേഷ, തെക്കുകിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെയാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ആ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് 3 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കാനാണ് സാധ്യത. രാത്രിയും അത്തരത്തിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും കൂടി സാധ്യതയുണ്ട്. ഈ അറബിക്കടലിൽ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് കർശനമായി പാലിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിക്കുന്നു. ശരി അലക്സ്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സിഡ്കോ മുൻ ജീവനക്കാരിക്ക് തടവും പിഴയും. ടോട്ടൽ ഫോർ യു വിവാദത്തിൽ ഉൾപ്പെട്ട ചന്ദ്രമതിയെ ആണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ശിക്ഷിച്ചത്. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ. ഉന്മേഷ, ഈ ടോട്ടൽ ഫോർ യു തട്ടിപ്പിൽ അടക്കം ഉൾപ്പെട്ടിരുന്ന ചന്ദ്രമതി അമ്മ 2005 മുതൽ 2008 വരെ സിഡ്കോ സെയിൽസ് മാനേജർ ആയിരുന്നു. ഈ കാലയളവിൽ ചന്ദ്രമതി അമ്മ വരവിനേക്കാൾ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചുവെന്ന് വിജിലൻസിന് പരാതി ലഭിച്ചു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം വിജിലൻസ് സ്പെഷ്യൽ സെല്ല് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. ചന്ദ്രമതി അമ്മ അനധികൃതമായി സ്വത്ത് സമ്പാദനം നടത്തിയെന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിന് പിന്നാലെയാണ് ഇതിലെ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ ഇവർക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ഇവർക്ക് 3 വർഷം തടവിനും 29 ലക്ഷം രൂപ പിഴയുമാണ് തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതി ശിക്ഷ വിധിച്ചത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയതിലേക്ക് തിരികെ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ആലത്തൂരിൽ അഭിഭാഷകനെ പോലീസ് ഉദ്യോഗസ്ഥൻ അപമാനിച്ച കേസിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടത് എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. സംസ്ഥാന പോലീസ് മേധാവി നടപടിയെടുക്കാത്തത് അത്ഭുതകരമാണെന്നും കോടതി പരാമർശിച്ചു. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, ഈ ആലത്തൂരിലെ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നതും രൂക്ഷ വിമർശനം പോലീസ് ഏറ്റുവാങ്ങുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ അത് വീണ്ടും കോടതിയെടുത്തു. പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. പോലീസിന്റെ ആത്മവീര്യം സംരക്ഷിക്കാൻ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയാണോ വേണ്ടത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. ചെയ്ത തെറ്റിന് നടപടിയെടുത്താൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നതെന്ന് കോടതി ചോദിക്കുന്നു. ആ ആത്മവീര്യം അത്രയ്ക്കങ്ങ് ദുർബലമാണെങ്കിൽ അതങ്ങ് പോകട്ടെ എന്ന് വെക്കണമെന്നും ഹൈക്കോടതി ഇന്നിപ്പോൾ പറയുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി വിഷയത്തിൽ ഒന്നും ചെയ്തില്ല എന്നത് അത്ഭുതകരമാണെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. കോടതി അടിമുടി തൃപ്തരല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ എന്തായാലും കേസ് മാറ്റിവെച്ചിട്ടുണ്ട്.
സംസ്ഥാന പോലീസ് മേധാവി ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ പന്തീരാങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവിന്റെ പ്രതികരണം വരുന്നു. അന്വേഷണത്തിൽ തൃപ്തി, വിവാഹ തട്ടിപ്പിലും സ്ത്രീധന പീഡനത്തിലും ഉറച്ചു നിൽക്കുന്ന, ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നില്ല എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. വിവാഹ തട്ടിപ്പാണ് നടന്നത് എന്ന് പെൺകുട്ടിയുടെ പിതാവ് തന്നെ വ്യക്തമാക്കുകയാണ്. ആ പ്രതികരണത്തിലേക്ക്. നല്ല ദിശയിലാണ് പോകുന്നത്. അതിൽ കോഴിക്കോട് ACP, കമ്മീഷണർ, IG ഒക്കെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ വനിതാ കമ്മീഷൻ, യുവജന കമ്മീഷൻ ചെയർമാൻ, ഇതൊക്കെ നല്ല രീതിയിലുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനുള്ള നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. തുടക്കത്തിൽ പന്തീരാങ്കാവ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കുഴപ്പമാണ് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചത്. പിന്നീട് ഉള്ള നടപടിക്രമങ്ങളൊക്കെ, അതായത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ നടപടിക്രമങ്ങളും എനിക്ക് നല്ല ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർത്തിയാകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.